സോഷ്യൽ മീഡിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ ആയിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ എനിക്ക് ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല. ട്രിവാൻഡ്രത്ത് അവിടെ മാത്രമുള്ള ഒരു ബ്രാൻഡിന് ഇൻഫ്ലുവൻസിന്റെ ആവശ്യമില്ല. എന്തിന് അവർക്ക് വേണ്ടി മുടക്കണം? അവര് ഈ ഒരു സ്ഥാനത്ത് എത്തിയത് ഇന്നോവേഷൻ കാര്യങ്ങളാണ്. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ലാഭങ്ങൾ എന്തൊക്കെയായിരിക്കും? ഐഫോൺ സത്യം പറഞ്ഞാൽ നല്ല ഫോണെന്നല്ല, ബ്രാൻഡ് വാല്യൂ കൊണ്ട് നിൽക്കുന്ന ഒരു ഫോണാണ് ഇപ്പൊ. എന്ന് പറഞ്ഞ് എങ്ങനെ തുടങ്ങും? വെൽക്കം എന്ന് പറഞ്ഞ് തുടങ്ങാം. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ഹായ്, അപ്പോൾ നെസ്റ്റ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ 3 പേരെ കണ്ടിട്ടുണ്ടല്ലേ ആൾറെഡി. ഒരു പുതിയ മുഖം കൂടെ ഉണ്ട്, സിറിൽ സുകുമാരൻ ചേട്ടൻ. സർവീസ് മാനേജറാണ് ഒരു കമ്പനിയുടെ. കമ്പനി പേര് പറയട്ടോ, കുഴപ്പമുണ്ടോ? ബജാജിന്റെ സർവീസ് മാനേജറാണ്. അപ്പോൾ ബാക്കി നമ്മളിന്ന് ടോപ്പിക് എന്താണ്? നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ കാണുന്ന എല്ലാവരും തന്നെ ബിസിനസ് ഓൺടർപ്രണേഴ്സ് ആകുക. ഇപ്പോൾ ഒരു 24-ന് ശേഷമുള്ള എല്ലാവരും ഒരു കൂട്ടുകാരായിട്ട് ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വരുന്നത് എന്തെങ്കിലും തുടങ്ങിയാലോ, എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ 4 പേരും കൂടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യത്തിലാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആ ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെ ഡൗട്ടും ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ആ ചോദ്യങ്ങളോട് ചോദിക്കൂ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആൻസർ ചെയ്യാം. അപ്പം എനിക്കൊരു ചോദ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിൽ. ഇമ്പോർട്ടൻ്റ് ആണ്, അതില്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊരു എന്താണ് അഭിപ്രായം? ചോദ്യം എനിക്കും അതിലൊരു ഡൗട്ടുണ്ട്. എന്തിനാണ് എന്നൊരു ഡൗട്ട് എനിക്കും ഉണ്ട്. ഇപ്പം പണ്ടത്തുള്ള ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലാതല്ലേ വളർന്നു വന്നിട്ടുള്ളത്. അവർ പയ്യെ ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അതിപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്? എല്ലാവരും വന്ന് ഇപ്പം നമുക്കൊരു ബിസിനസ് ക്ലാസ് ഒക്കെ കണ്ടാലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ എല്ലാം പറയണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഫസ്റ്റ് ഓഫ് ഓൾ സോഷ്യൽ മീഡിയ പണ്ടും ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞ മീഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV ആയിരുന്നു, റേഡിയോസ്, അതേപോലെ പോസ്റ്റേഴ്സ്, ഫ്ലയേഴ്സ്, ന്യൂസ് പേപ്പർ ആഡ്സ് ആയിട്ടായിരുന്നു. അന്ന് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുക തന്നെ. ഇന്നത് ഡിജിറ്റലി കുറച്ചുകൂടെ ആക്സസിബിൾ ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു 80% ജനങ്ങളുടെ കയ്യിലും മൊബൈൽ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിൽ അവർ കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പണ്ട് TV ആയിരുന്നു ആൾക്കാർ കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് TV കാണുന്നത് യങ് ജനറേഷനൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ റീഡിങ് ഒരുപാട് ചെയ്യുമായിരുന്നു. ഇന്ന് അതൊക്കെ ഒരു ഏജിനപ്പുറമുള്ള ആൾക്കാർ ന്യൂസ് പേപ്പർ തൊടാറ് പോലും ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഹൈ എൻഡിൽ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പം ബില്യൺസ് ഓഫ് പീപ്പിൾ ആണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രാൻഡ് അവിടെ വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത്രയും കോടി ജനങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അവരുടെ മെസ്സേജ്, അവരുടെ ഓഫേഴ്സ്, അവരുടെ പുതിയ പുതിയ പ്രൊജക്ട്സിനെ കുറിച്ച് അവരെ അറിയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് അറിയിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കുഞ്ഞു ബ്രാൻഡായാലും വലിയ ബ്രാൻഡ്സ് ആയാലും അവരുടെ ഏകദേശം ഒരു 30-40% അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലാണ്. ട്രഡീഷണൽ മെത്തേഡ്സ് അവർ ചെയ്യുന്നുണ്ട്. ന്യൂസ് പേപ്പർ ഇൻസേർഷൻ ചെയ്യുന്നുണ്ട്, ന്യൂസ് പേപ്പറിൽ കൂടെ ആഡ് കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും റേഡിയോസിൽ കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നുണ്ട്. ഇത് ചെറിയ ബ്രാൻഡായാലും വലിയ ബ്രാൻഡായാലും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങളും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പം ഒരു കണ്ടന്റ് ചെയ്യുന്നു, അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ലാഭങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? കോണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറിനാണ് ഉദ്ദേശിച്ചത്. അതെ അതെ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അതൊരു ഇതുണ്ട്. എല്ലാവരും പറയും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അതില്ലാതെ ഇപ്പം പറ്റത്തില്ലെന്നുണ്ടോ? ടെക്നിക്കലി അങ്ങനെയില്ല. ഇൻഫ്ലുവൻസർ ഇല്ലാതെയും അവർക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മല നമുക്ക് മുകളിൽ, ഒരു മലയുടെ മണ്ടയിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ നമുക്ക് എങ്ങനെ പോലും എൻ്റെ മണ്ടയിൽ കയറാം. നമുക്ക് കഷ്ടപ്പെട്ട് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് കൈ കൊണ്ട് വലിഞ്ഞ് കയറിപ്പോവാം. പക്ഷേ വിത്ത് എക്യുപ്മെൻറ്റ്സും ഒരാൾ മുകളിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കയറ്റാനും ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ലേ കുറച്ചുകൂടി ഈസി. സോ ടെക്നിക്കലി ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ആവശ്യമില്ല ഒരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാൻ. പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ ട്രസ്റ്റും ആ ബ്രാൻഡിൻ്റെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിൻ്റെ റെലവൻസും അവർക്ക് അവരുടെ ട്രസ്റ്റഡ് ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസറിന് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 10,000 പേരെ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 10,000 പേരും ഇവരെ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ വീഡിയോ കാണുന്നത്. ആ വീഡിയോ കാണുന്നതിൽ 10,000 പേരും ചിലപ്പം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് അറിയാനും അതിൻ്റെ ബാക്ക് എൻഡ് അറിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും പേരിലോട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് അറിയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച്. അപ്പോൾ അത് കുറച്ചുകൂടെ ബ്രാൻഡിനെ കുറച്ചുകൂടെ എലിവേറ്റ് ചെയ്യും.
അതാണ് ആ ഇൻഫ്ലുവൻസറിന്റെ. ഇനി ഇപ്പം ലാസ്റ്റ് ഒരു ഇയറിന്റെ ഒക്കെ ഒരു ട്രെൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 80% ഓഫ് ബ്രാൻഡ് ബിൽഡ് ആയേക്കുന്നതിന്റെ റീസൺ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കാരണമാണ്. സോ ഇൻഫ്ലുവൻസറിനെയും സോഷ്യൽ മീഡിയനെയും ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡിപ്പെൻഡ് ചെയ്യണം നമ്മുടെ ബ്രാൻഡിന്റെ അടുത്ത ലെവലിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്നാണ് എൻ്റെ ഒരു സജഷൻ. അല്ലേ? പക്ഷെ എപ്പോഴും നമുക്ക് അത് സക്സസ്ഫുൾ ആവാറുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് എന്താണ്, അത് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടോ ഒരു ബ്രാൻഡ് ബിൽഡ് ആവണമെന്നും ഉണ്ടോ എപ്പോഴും? അതിനും കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ കൊടുക്കുന്ന നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മാറ്റർ, സബ്ജക്റ്റ് അത്ര റിലവൻ്റ് ആയിരിക്കണം. ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു റീച്ചിന് വേണ്ടി, ഒരു ഫേക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രാൻഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അവർ ഓഫേഴ്സ് കൊടുക്കാന്ന് പറഞ്ഞ് ഇൻഫ്ലുവൻസ് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. മേ ബി ചിലപ്പോൾ അത് ഒരു ഡേയ്ക്കോ അല്ലെങ്കിൽ ഒരു മണിക്കൂറത്തേക്കോ അല്ലെങ്കിൽ ഒരു 10 പേർക്കോ ആയിരിക്കും. ചിലപ്പോൾ അവർ പറയും 1 രൂപയ്ക്ക് പഞ്ചസാര എന്ന് പറയും. ചിലപ്പോൾ അവർ ആ ദിവസം 10 പേർക്ക് മാത്രമോ, ആദ്യം വരുന്ന 10 പേർക്ക്, ആദ്യം വരുന്ന 100 പേർക്ക് മാത്രമേ അത് കൊടുക്കുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷെ അത് ചിലപ്പോൾ അവർ പറയില്ലായിരിക്കും. അപ്പൊ 100ാമത്തെ ആള് 101ാമത്തെ ആള് വരുമ്പോഴത്തേലും അവിടെ പഞ്ചസാര ഇല്ല, അവർ പറയും പഞ്ചസാര. ചിലപ്പോൾ അതിനുശേഷമായിരിക്കും ഒരു വലിയ ജനപ്രളയം വരുന്നത്. അപ്പൊ 100 പേര് ഓക്കെ, ചിലപ്പോൾ ആ 100 പേര് അവർ ഓൾറെഡി വരുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും. പിന്നെ ആയിരിക്കും ഇത് അറിഞ്ഞറിഞ്ഞ് വരുന്ന ആൾക്കാർ വരാൻ തുടങ്ങുന്നത്. അപ്പൊ അത്രയും പിന്നെ വരാമെന്ന് 1000 പേര് വരുന്നുണ്ടെങ്കിൽ ബാക്കി 900 പേരും നെഗറ്റീവ് ആവുകയാണ്. അപ്പൊ അങ്ങനെ ചില ഇഷ്യൂസ് വരും. അതിപ്പോ പല ബ്രാൻഡുകളും വളരെ ശ്രദ്ധിച്ച് അത് മാറ്ററൊക്കെ കൊടുത്ത് ഓഫർ, ഇപ്പൊ എല്ലാവരും ഇൻഫ്ലുവൻസർ ഇപ്പോൾ വർക്ക് എടുക്കുകയാണെങ്കിൽ പോലും വളരെ ശ്രദ്ധിക്കും. ആ തരുന്ന ബ്രാൻഡ് നല്ല ബ്രാൻഡാണോ, ആ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടോട് സ്റ്റഡി ചെയ്തിട്ട് ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരു വർക്ക് എടുക്കാറുള്ളൂ. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ ചില ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ട് ബ്രാൻഡിന് പോയിട്ടുണ്ട്. അപ്പൊ നമുക്കതൊരു നെഗറ്റീവ് പല തവണയും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇവരെ 1-2 വീഡിയോസ് കണ്ടു പോകുമ്പോഴത്തേക്കും ആ 2 വീഡിയോ കണ്ടു പോയതിലും, ഇപ്പൊ എസ്പെഷ്യലി ഞങ്ങൾ പോയത് ഫുഡ് ബ്ലോഗേഴ്സിനെ കണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട് അങ്ങനെ. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അവരെ പറയുന്ന ഒരു വോവ് ഫാക്ട് ഒക്കെ കാണുമല്ലോ, ഒരു വോവ് ആയിട്ടായിരിക്കും. നമുക്കതൊന്നും ഫീൽ ചെയ്യാറില്ല. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് വരാറുണ്ട്. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സിനെ കംപ്ലീറ്റ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ആക്ച്വലി? അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും കൂടുതലും ഫുഡ് ബ്ലോഗ്സ് ചെയ്യുന്നത്. മൈക്രോ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അവരൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ബട്ട് അവർക്ക് ഇൻഫ്ലുവൻസർ ആകാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. അവരൊന്ന് കയറി വരുന്ന ഒരു റേഞ്ച് നമുക്കിപ്പോ അറിയാലോ, നിലവിൽ ഒരുപാട് നല്ല ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ട്രിവാൻഡ്രത്ത് അത്യാവശ്യം കൂടുതലാണെന്ന് തോന്നുന്നു ഫുഡ് ബ്ലോഗേഴ്സ്. അതിൽ നമുക്ക് നല്ല ടോപ്പിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പല കടകളിലും ട്രിവാൻഡ്രത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഫുഡി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 1-2 പേരുണ്ട്. നമ്മൾ ഞങ്ങൾക്ക് വീഡിയോസ് കണ്ട് ഓരോന്ന് ട്രൈ ചെയ്യാനായിട്ട് പോകാറുണ്ട്. പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ആണ് ഒരു 50% കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു 10 വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ 5 വീഡിയോയും നമുക്ക് നെഗറ്റീവായിരുന്നു. 5-ലധികം വീഡിയോസ്. വേറൊന്നുണ്ട്, ഇപ്പോൾ ഫണ്ടിന്റെ വിഷയം വരും. നമ്മൾ ഈ ഇൻഫ്ലുവൻസിന് അവർക്ക് ഫണ്ട് പ്രൈസ് ചെയ്യണ്ടേ? അപ്പൊ അതെങ്ങനെയാണ്, അതിന്റെ വല്ല ഇത് അറിയോ? ഇൻഫ്ലുവൻസേഴ്സ് 2 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഒരു അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോമിൽ പോയി അവർ ഫ്രീ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യും. 2 എന്ന് പറയുന്നത് അവർ വിളിക്കും, അവരൊരു പേയ്മെന്റ് സെറ്റ് ചെയ്യും. ആ പേയ്മെന്റ് ചെയ്തിട്ട് അവർ ആ ഫുഡിനെ കുറിച്ച് ഒരു റിവ്യൂ കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. പേയ്മെന്റ് പോകുന്നിടത്ത് അവർ ചിലപ്പം അവർക്കിപ്പോൾ ആ പേയ്മെന്റിനാണ് അല്ലെങ്കിൽ ആ ക്ലയന്റിന്റെ അടുത്താണ് അവർ ജെന്യൂൻ ആയിട്ട് നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവർ പറയും പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് മാക്സിമം ജെന്യൂൻ ആക്കാൻ നോക്കുന്നുണ്ട്. കാരണം അത് അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ ഫോളോവേഴ്സും അത് ഡ്രോപ്പ് ആവാനും ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം ഇൻഫ്ലുവൻസേഴ്സും ജെന്യൂൻ ആവാൻ തന്നെയാണ് ഇപ്പോൾ ശ്രമിച്ചത്. 100% പറയത്തില്ല, അതിലുണ്ട് പേയ്മെന്റ് മാത്രം നോക്കി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പിന്നീട് അങ്ങോട്ടൊരു കരിയർ ഉണ്ടാവില്ല. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാണ്, ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തു, ആ വീഡിയോയിൽ നിങ്ങൾ ഒരു ഫുഡിന്റെ വീഡിയോ ചെയ്തു, ഞാൻ പൈസ മേടിച്ചു വീഡിയോ ചെയ്തു. ആ വീഡിയോ കണ്ട് നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ ചെയ്തത് ചിലപ്പോൾ കൊല്ലത്തോ അല്ലെങ്കിൽ കോട്ടയത്തോ കൊച്ചിയിലോ വഴി നിങ്ങൾ ആ വീഡിയോ കണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് യാത്ര ചെയ്ത് അവിടെ പോയി ഫുഡ് കഴിക്കാൻ നേരത്ത് നിങ്ങൾക്ക് അതൊരു നെഗറ്റീവായി ഇമ്പാക്റ്റ് ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾ പിന്നെ എന്നെ ട്രസ്റ്റ് ചെയ്യില്ല, നിങ്ങൾ എന്നെ അൺഫോളോ ചെയ്യാൻ ചാൻസ്. നിങ്ങൾ മാത്രമായിരിക്കില്ല, നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻഫോം ചെയ്യും. നിങ്ങൾക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു വീഡിയോ എനിക്കെതിരെ ചെയ്യും അല്ലെങ്കിൽ അവർക്കെതിരെ ചെയ്യും. അപ്പൊ അത് അവർക്കൊരു ബാഡ് മാർക്ക് ഉണ്ടാക്കും. ഈ ബാഡ് മാർക്ക്, ഒരു ഇൻഫ്ലുവൻസർ ബാഡ് മാർക്ക് ഉണ്ടായ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, അടുത്ത ഒരു ഓൺടർപ്രണർ അല്ലെങ്കിൽ അടുത്തൊരു ബ്രാൻഡ് ഇവരെ എടുക്കാൻ മടിക്കും. 2, ഇനിയുള്ള ആൾക്കാർ ഇവരെ വീഡിയോസ് കണ്ടാലും റീച്ച് ഉണ്ടെങ്കിലും അത് കൺവേർഷൻ നടക്കില്ല അവിടെ. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് അതൊരു അപ്പൊ അത് ചിലപ്പോൾ കമന്റ്സ് നോക്കിയാൽ അങ്ങനെ പോകാൻ നേരത്ത് കമന്റ്സ് നോക്കുക. ചില ആൾക്കാർ പോയിട്ട് അവർ എന്താണ് അഭിപ്രായം പറഞ്ഞേക്കുന്നത് നോക്കുക. പിന്നെ ചില സമയങ്ങളിൽ ഫുഡാണ്,
ഫുഡിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അന്ന് ഒരു പ്രിപ്പയർ ചെയ്ത സ്ഥലത്ത് സൂപ്പർ ആയിരിക്കാം. ഒരു ദിവസമൊക്കെ ഓക്കെ, പല തവണ ഇതൊക്കെ സിറ്റുവേഷൻ വൈസ് ആയിട്ട് ഉണ്ടാവുന്ന കാര്യം. ചിലപ്പോൾ ഫുഡിന്റെ കാര്യമായിരിക്കും, മേ ബി അവിടെ ഒരു ഷെഫ് മാറിയിട്ടുണ്ടാവാം. നമുക്ക് ഒരിക്കലും ഒരാളെ ഒരു ഇതില്ലാതെ കംപ്ലീറ്റ്ലി പറയാം. ചിലപ്പോൾ അത് ഈ ഓൺടർപ്രണറിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഷെഫിന്റെ മിസ്റ്റേക്ക്, ചിലപ്പം ഇൻഫ്ലുവൻസർ അറിഞ്ഞുകൊണ്ട് ചെയ്തായിരിക്കാം, ചിലപ്പോൾ അറിയാതെ ചെയ്തായിരിക്കാം. കാരണം ഒരു ഇൻഫ്ലുവൻസർ പോകുന്ന ദിവസം ചിലപ്പോൾ നല്ല ഫുഡ് ആയിരിക്കും, അവർ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അത്രയും നല്ല രീതിയിലായിരിക്കും ചെയ്യുന്നത്, അവർ ജെന്യൂനായിട്ട് ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേലും അതിന്റെ ക്വാളിറ്റി മാറാം, ഇത് മാറിയിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് അത് നമ്മൾ നോക്കുക. വളരെ ജെന്യൂൻ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസർ. സോ ഇൻഫ്ലുവൻസറിനെ തിരഞ്ഞെടുക്കുക എന്ന നേരത്ത് ഒന്നെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എക്സ്പേർട്ടായ ഒരാളുടെ അടുത്ത് ചോദിക്കുക. ഇപ്പൊ എന്റെ ക്ലയൻസ് എല്ലാം തന്നെ എൻ്റെ അടുത്ത് ഒരു ഒപ്പീനിയൻ എടുക്കും, എനിക്ക് സജഷൻ തരാനുണ്ടോ. ഓൾമോസ്റ്റ് ഓൾ ഓവർ കേരളയിലുള്ള ഒരുള്ള എല്ലാ ഇൻഫ്ലുവൻസറായിട്ടും ഞാൻ കണക്റ്റഡ് ആണ്, കോൺടാക്ട് ഉണ്ട് എനിക്ക്. അവർ ചോദിക്കും, എനിക്ക് എൻ്റെ ബ്രാൻഡ് ഇതാണ്, എൻ്റെ ബ്രാൻഡിൽ ഇങ്ങനെ ഒരാളെ എനിക്ക് വെച്ച് ബ്രാൻഡ് ചെയ്യാൻ പറ്റണം, അതിന് നിനക്ക് പറ്റിയൊരു സജഷൻ ഉണ്ടോ. ഞാൻ അവരോട് ചോദിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെന്റ് ചോദിക്കും. അതേപോലെ അവരുടെ പേയ്മെന്റ് സ്ട്രക്ചർ ചോദിക്കും. ഇപ്പം ചില ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 1 lakh മേടിക്കുന്നവരും 2 lakh മേടിക്കുന്നവരും 3 lakh മേടിക്കുന്നവരും 50,000 5,000 2,000 മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ റേഞ്ചിൽ ഏത് റേഞ്ചുള്ള അവരെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അപ്പം ഒരു 2 lakh 3 lakh എടുക്കുന്നവർക്കൊക്കെ മില്യൺ വ്യൂസ് ഉള്ളവരാണ്. അപ്പം മില്യൺ വ്യൂസ് വേണോ, അതോ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത് മൈക്രോ ഇപ്പൊ ഒരു ലോക്കൽ ഏരിയയിലുള്ള ഒരു ബ്രാൻഡ് ആണെങ്കിൽ, ഒരു ബൊട്ടീക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു മൈക്രോ ഇൻഫ്ലുവൻസറിനെയാണ്. ഇപ്പോൾ ലൊക്കാലിറ്റി, ഇപ്പോൾ ആറ്റിങ്ങിൽ നിന്ന് ലൊക്കാലിറ്റിയിൽ ഒരു ബൊട്ടീക്കോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വിളിച്ച് പറയും, ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസറിനെ ഒപ്പിച്ച് തരാൻ പറ്റുമോ. ഓക്കെ, അവർക്ക് എങ്ങനെ പോയാലും അവർക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഒരു 25,000 താഴേക്ക് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് ആ ഏരിയയിലുള്ള ആ സ്ഥലത്തുള്ള തന്നെ ഒരു 4-5 ഇൻഫ്ലുവൻസേഴ്സിനെ ഈ 25K അകത്ത് തന്നെ നമുക്ക് അവരെ സ്പ്ലിറ്റ് കൊടുക്കാൻ പറ്റും. 5,000 2,000 അല്ലെങ്കിൽ 10,000 അകത്ത് വരുന്ന ഇൻഫ്ലുവൻസറിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ജെന്യൂനായിട്ട് സ്വന്തം സ്ഥലത്തായിട്ട് ഓരോന്ന് പറയുകയും ചെയ്യും. അത് മതി. കാരണം അവർ ഈ ഏരിയയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ ലൊക്കാലിറ്റി മൊത്തം അവർ വീഡിയോ കാണും. ഇപ്പം 1 million കാണുന്നത് ചിലപ്പം അത് ഈ 1 million വ്യൂവേഴ്സ് ഉണ്ടാവും എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഈ ഏരിയ തന്നെ ആയിരിക്കില്ലല്ലോ. കോട്ടയത്തുള്ളൊരു ഇൻഫ്ലുവൻസറിന് 1 million ഉണ്ട്, അല്ലെങ്കിൽ 2 million വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഒരു 2 lakhs ഒക്കെ കൊടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്യാൻ നേരത്ത് ഇത് ഓൾ ഓവർ കേരള ഉണ്ടെങ്കിൽ, ഈ ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ട്രിവാൻഡ്രത്ത് ആറ്റിങ് എന്നൊരു സ്ഥലത്ത് ഉള്ളൊരു ബ്രാൻഡും അവിടെ മാത്രമുള്ള ഒരു ബ്രാൻഡിന് ഒരു വലിയൊരു ഇൻഫ്ലുവൻസറിന്റെ ആവശ്യമില്ല, ആ ലോക്കൽ ഏരിയയിലുള്ള ഇൻഫ്ലുവൻസറിന് മതി. അപ്പൊ അത് സെലക്ട് ചെയ്യുന്നത് അവർ എക്സ്പേർട്ട് അല്ല എന്നുണ്ടെങ്കിൽ എക്സ്പേർട്സ് ഉണ്ട്, അവർക്ക് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിന്റെ കോൺടാക്ട് ഉള്ളവർ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ എൻ്റെ ക്ലയൻസ് എല്ലാം എൻ്റെ അടുത്തേക്ക് കോൺടാക്ട് ചെയ്യുള്ളൂ. എനിക്കൊരു മൈക്രോ എനിക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ളവരെ ഞാൻ കണക്ട് ചെയ്യും. ഞാനൊരു ടീമിനെ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ മഞ്ഞളി ജ്വല്ലറിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവർക്കൊരു മൈക്രോ ഇൻഫ്ലുവൻസറിനെ വെച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ബ്രാൻഡ്സിന് അതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഡബിങ് സ്റ്റുഡിയോ, ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒന്ന് ഇൻഫ്ലുവൻസറിനെ കൊണ്ട് നമുക്കിപ്പോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് കാറ്റഗറി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ ഒരാൾക്ക് കൊടുക്കുക, ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? അതിപ്പം ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഐഡന്റിഫൈ ഇപ്പം നമുക്കൊരു സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോ ഉണ്ട്, ഡബിങ് ഉണ്ട്, എഡിറ്റ് ചെയ്ത് കൊടുക്കും, നമ്മൾ എല്ലാവിധ വീഡിയോ പ്രൊഡക്ഷൻ വർക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ച്. ഇപ്പം ഇൻഫ്ലുവൻസർ പല വെറൈറ്റീസ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഹെൽത്തിനെ കുറിച്ച് ചെയ്യുന്നവരുണ്ട്, ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നവരുണ്ട്, മെഡിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, എഡ്യൂക്കേഷൻ ചെയ്യുന്നവരുണ്ട്, വർക്കൗട്ട്സിനെ കുറിച്ച് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയുള്ള. അപ്പം നമ്മളുടെ കാറ്റഗറി എന്ന് പറയുമ്പോൾ വീഡിയോ പ്രൊഡക്ഷൻ, ടെക്ക്, അങ്ങനെയുള്ള മേഖലയുള്ള ഒരാളെടുക്കുക, അല്ലെങ്കിൽ വീഡിയോ പ്രൊഡക്ഷൻ ക്യാമറ സൈഡ്സ് നോക്കുന്നവരെ, അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മളുടെ നീഷ് മാർക്കറ്റ് എന്താണോ ആ നീഷുമായിട്ട് കണക്ട് ആയിട്ടിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസറിനെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിടുന്ന വീഡിയോ കാണുന്ന മൊത്തം ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആയി. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫിലിം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് കാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ? ഒരു ഡയറക്ടറും ഒരു പ്രൊഡ്യൂസറും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യം നിങ്ങൾക്ക് ഇവിടെ ഡബിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതിന്റെ ക്യാമറ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതിന്റെ വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള എല്ലാ കാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നീഷ് മാർക്കറ്റ് കാണുന്ന ഒരു ഓഡിയൻസ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻക്വയറി വരും. അതല്ലാതെ ഇപ്പം ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആരെങ്കിലും ഷെയർ ചെയ്ത് പോവും, അത് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ അവർക്ക് മില്യൺ വ്യൂസ് ഉണ്ടാവും, പക്ഷെ അവരുടെ നീഷ് വേറെയാണ്. നമ്മളുടെ നീഷ് ഏതാണോ ആ നീഷിന് മാച്ച് ആയി നിൽക്കുന്ന ഇൻഫ്ലുവൻസർ തിരഞ്ഞെടുത്താൽ നമുക്ക് അതിനുള്ള കൺവേർഷൻ ഉറപ്പായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ആ മേഖലയായിട്ട് തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ഇപ്പം കറക്റ്റായി നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് നമ്മുടെ ഓഡിയൻസിനെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
കാരണം ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നിടത്ത് അവർ സ്വന്തമായിട്ടായിരിക്കും ഓരോരുത്തരെ പിക്ക് ചെയ്യുന്നത്. ക്യാമറ ചെയ്യാൻ ഒരാൾ വേണമല്ലോ, ഇനി എവിടെ കൊണ്ട് ഡബ് ചെയ്യും, എവിടെ കൊണ്ട് എഡിറ്റിങ്ങിന് കൊടുക്കും, എങ്ങനെ. അപ്പൊ ചില ആൾക്കാരൊക്കെ വിളിക്കാൻ ഭയങ്കരമായി ചിലപ്പോൾ റേറ്റുകൾ പറയും. കാരണം അവർ നോക്കാൻ നേരത്ത് വലിയ വലിയ ടീമിനേക്കൊക്കെ അവരെ ചെയ്യുന്നത്. നമുക്കിപ്പോൾ 2 രീതിയിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ വലിയ ടീമിനാണെങ്കിൽ വലിയ ലെവലുള്ള വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ മീഡിയം ലെവലുള്ളതാണെങ്കിൽ മീഡിയം ലെവൽ നമുക്ക് എക്സെപ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മളത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് പ്രോപ്പറായിട്ട്. അത് അറിയിക്കാൻ പറ്റും ഇൻഫ്ലുവൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് എന്നെ പോലുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഇൻഫ്ലുവൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു മേഖലയെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അവരായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുക, ഞാൻ എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഒന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇതിന് ബേസിക്കലി ഉള്ള കുറച്ച് വേസ് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ ഇൻസ്റ്റാഗ്രാം പോകുമ്പോഴത്തേലും നമുക്ക് തന്നെ നമ്മളുടെ മേഖലയിലുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ കണ്ട് പോകുമ്പോൾ അവരുടെ സജഷൻസ് തന്നെ വന്നുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് അവരെ ഇൻസ്റ്റാഗ്രാം വഴി തന്നെ കോൺടാക്ട് ചെയ്യാം, അവർക്ക് മെയിൽ അയക്കാം. നല്ല നല്ല പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് മെയിൽ അയക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ചിലപ്പം നമ്മൾ മെസ്സേജ് അല്ലെങ്കിൽ അവർക്ക് കിട്ടില്ല, നമ്മളവർ അക്സെപ്റ്റ് ചെയ്താൽ അവർ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ഇതയക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റും. എന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു എല്ലാ സെലിബ്രിറ്റീസ് ആയിട്ടും ഇൻഫ്ലുവൻസ് ആയിട്ടും ഒരു കോൺടാക്ട് ഉണ്ടാകും. അപ്പം നമുക്ക് അവരെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാൻ പറ്റും. പിന്നെ ഏതൊക്കെ ഇൻഫ്ലുവൻസസ് എപ്പോൾ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഒരു അനാലിസിസ് ഒക്കെ ചെയ്യത്തില്ലേ? അത് നമുക്ക് നോക്കാൻ പറ്റും. അവരൊരു റീച്ചും നമുക്ക് ഒരിക്കലും ഫോളോവേഴ്സ് നോക്കി നമ്മളിപ്പോൾ ഒരു വലിയൊരു ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു അങ്ങനെ ഓൾ ഓവർ വേൾഡ് അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഓവർ കേരള ഉള്ള അത്രയും വലിയ എസ്റ്റാബ്ലിഷ് ബ്രാൻഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വ്യൂവേഴ്സ് ഉള്ള ഇതിന് ഇൻഫ്ലുവൻസർ കിട്ടിയത് അവരുടെ വീഡിയോസ് നോക്കുക, അവസാനം ചെയ്ത വീഡിയോസ് നോക്കുക, അതിന് കിട്ടുന്ന റീച്ച് എങ്ങനെയാണ്. ആ റീച്ച് കിട്ടിയേക്കുന്നത് ചിലപ്പോൾ അവർ ചെയ്തേക്കുന്ന കോമഡി വീഡിയോസ് ആണെങ്കിൽ അതിന് കൂടുതലും കിട്ടാൻ പോകുന്നത് ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ കിഡ്സ് അങ്ങനെയുള്ള ഏരിയയായിരിക്കും. നമുക്ക് വിൽക്കേണ്ടത് ഒരു അഡൾട്ടിന് കൊടുക്കേണ്ട ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ, ഒരു കാറാണ് നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റീച്ചുള്ള ഒരാൾക്ക്, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാൾക്ക് അത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇൻഫ്ലുവൻസറെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വേ ഇതാണ്, ഇൻഫ്ലുവൻസറിനെ ഡയറക്റ്റ് മെസ്സേജ് അയക്കുക, മെയിൽ അയക്കുക എന്നുള്ളത്, കോൺടാക്ട് ചെയ്യുക എന്നുള്ളത്. 2 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ കിരണിനെ പോലെ ബിസിനസ് കാർസിനെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കണക്ട് ചെയ്യണം, പിന്നെ എങ്ങനെ ബിസിനസ് ചെയ്യണം, അനാലിസിസ് എല്ലാം ചെയ്തിട്ട് അതിനനുസരിച്ച്. എനിക്കാണ് കോള് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് പരിചയമില്ലാത്തൊരു ക്ലയന്റ്, പുതിയൊരു ക്ലയന്റ് ആണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം അവരുടെ ബിസിനസ് മനസ്സിലാക്കും. അവരുടെ ബിസിനസ്സും അവരുടെ ബിസിനസ്സും അവരുടെ റിക്വയർമെന്റും അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കണം. അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഈ ഒരു മേഖലയിൽ ഹൈ ലെവലിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഒരു മീഡിയം ലെവലിൽ ചെയ്തിട്ട് കാര്യമില്ല. സോ സംതിങ് ക്രിയേറ്റീവ് ആയിട്ട് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചെറിയൊരു അവർക്കൊരു സ്വന്തമായിട്ട് അവരൊരു വീഡിയോ പോലും ഇട്ടിട്ടുണ്ടാവില്ല. എന്തിനാ അവർക്ക് ഇൻസ്റ്റാ പേജോ ഫേസ്ബുക്ക് പേജിൽ പോലും അവർ ചിലപ്പോൾ ഉണ്ടെങ്കിൽ പോലും അത് പണ്ടുണ്ടാക്കിയ പോസ്റ്റർ അവർ തന്നെ സ്വന്തമായിട്ട് ക്യാൻവയിലോ പോസ്റ്റർ മൈ വോൾ എന്ന് പറഞ്ഞൊരു പണ്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്ത് കൊണ്ടുപോകും. അതിൽ തന്നെ അവർക്ക് റീച്ച് കിട്ടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ബേസിക് സ്ഥാനത്ത് കിടക്കുന്നവരായിരിക്കും. അവിടെ നിന്ന് അവർ ഈ ലെവലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ബിൽഡ് ചെയ്യാനും പറ്റില്ല. പെട്ടെന്നൊരു ഹൈപ്പ് കൊടുക്കുന്നതിലും എനിക്ക് താല്പര്യമില്ല. അത് ലെവലിലായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ റീച്ച് നമ്മളെ പേജിനൂടെ കിട്ടും. ഫോർ എക്സാമ്പിൾ കൊളാബ് ചെയ്യാൻ നേരത്ത് 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറിനെ കൊണ്ടുവന്നിട്ട് പെട്ടെന്നൊരു വീഡിയോ ഇട്ട് പെട്ടെന്നൊരു റീച്ച് ഇട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് കഴിയുമ്പം ആ ബിസിനസ് അവിടെ തീരും. ചില ബ്രാൻഡ്സ് ഇൻഫ്ലുവൻസേഴ്സിനെ അങ്ങോട്ട് എടുക്കാൻ ഒരുപാട് കാണിക്കാറുണ്ട്. അതായത് ഒരു ഹെസിസ്റ്റൻസ് ഉണ്ട് ചില ബ്രാൻഡ്സ് ഉണ്ട്. ഒരുപാട് ഇപ്പം പണ്ട് തൊട്ടേ വരുന്ന ഒരു ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പം കുറച്ച് തലമൂത്ത ആൾക്കാരൊക്കെ ചെയ്യുന്ന കുറേ ബ്രാൻഡുകൾ അവർ പറയും ഞാൻ ഇതൊന്നും ചെയ്യാതെ ഇവിടം വരെ ഇപ്പം എൻ്റെ കൂടെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇൻഫ്ലുവൻസറിനെ കൊണ്ടോ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. 30 വർഷം കൊണ്ട് കച്ചവടത്തിലുണ്ട്. പക്ഷെ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ കാലം അത്രയും നെറ്റ്വർക്ക് അവർക്കുണ്ട്. അവർക്ക് ആ നെറ്റ്വർക്ക് മതി. അവർക്ക് ആ നെറ്റ്വർക്കിൽ തന്നെ അവർ സെയിലിൽ ഹാപ്പിയാണ്. പിന്നെ അവർക്ക് അടുത്തൊരു ലെവലിലോട്ട് അവർ ഉയരുന്നുണ്ടെങ്കിൽ മതി അടുത്തൊരു ഒരു ഇത്. പക്ഷെ അപ്പോഴും അവർ കോൺഫിഡന്റ് ആണ്, എനിക്ക് ഈ ഒരു ലെവലുണ്ടെങ്കിൽ എനിക്ക് നെറ്റ്വർക്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പറഞ്ഞ് സെയിലുണ്ട് അവർക്ക്. പക്ഷെ ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി, മെയിൻ കാര്യം എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി ആണ്. പല ബ്രാൻഡ്സ് പണ്ട് കൊടി കെട്ടി വാഴുന്ന കുറെ വലിയ ബ്രാൻഡ്സ് ഇന്ന് എക്സിസ്റ്റ് പോലും ചെയ്യുന്നില്ല. അവർ ഇന്നോവേഷന് വേണ്ടിയും ടെക്നോളജിന്റെ കൂടെയും ട്രെൻഡിന്റെ കൂടെയും സഞ്ചരിക്കാത്തവരാണ്. നോക്കിയോ എന്ന് പറയുന്ന ഒരു ഫോൺ ഒരുപാട് പേര് പണ്ട് യൂസ് ചെയ്തിരുന്ന ഫോണാണ്, ഇന്ന് വാനിഷ്ഡായി. അതേപോലെ പല കൊഡാക്ക്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട അംബാസഡറിന്റെ ഒക്കെ കാറിന്റെ ഒക്കെ ഇഷ്ടപ്പെടുന്ന വലിയ ആൾക്കാരുണ്ട്. അത്രയും നല്ലൊരു കാറായിരുന്നു. ഇപ്പം അതിനെ കാണാൻ പോലും ഇല്ല. വളരെ അതിപ്പോ വിന്റേജ് കാർ റെയറില. അപ്പം അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഒരു ഇന്നോവേഷന്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ടെക്നോളജിയുടെ കൂടെ ആ ട്രെൻഡിന്റെ കൂടെ പിടിച്ചു കയറി വരാത്തത് കൊണ്ടാണ് വാനിഷ് ആയി പോയിട്ടുള്ളത്. പിന്നെ അവരുടെ അല്ലാതെയും വേറെ കാര്യങ്ങൾ ഉണ്ടാകും കേട്ടോ.
ടെക്നോളജി ഒരുപാട് കാര്യങ്ങൾ നോക്കിയ ഇതൊക്കെ ഏതൊരു ബ്രാൻഡ് ആണെങ്കിലും ടെക്നോളജി ട്രെൻഡ് അതിന്റെ കൂടെ കയറി പോയി കഴിഞ്ഞാൽ ആ ബ്രാൻഡിന് ഗ്രോത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ അവർ എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് കുറച്ച് സ്ട്രഗിളാണ്. അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് അത്രയും സൂപ്പർ ആയിരിക്കും. ഇപ്പോഴും ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അവർ രണ്ടും ചെയ്യും, ട്രഡീഷണലും ഡിജിറ്റലും ചെയ്യും. കാരണം അവർ അത്രയും വലിയ ബ്രാൻഡാണ്. അവർക്ക് ഇപ്പോഴും ടി വി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് കോൾഗേറ്റിന്റെയും ബൂസ്റ്റിന്റെയും ഒക്കെ പരസ്യം ചെയ്താൽ ആക്ച്വലി അത് റിക്വയർഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷെ അവർ എക്സിസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, അവരിപ്പോഴും ഇവിടെ ബ്രാൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അവർ തന്നെയാണ് ലീഡിങ് എന്ന് കാണിക്കാൻ. കാരണം ആ ഒരു സ്ലോട്ട് മേടിക്കുക എന്ന് പറയുന്നത് അത് വലിയ ചെറിയ കാര്യമല്ല, ഹ്യൂജ് കോസ്റ്റ് ആണ്. ഈവൻ ഹോർഡിങ്സ് ചെന്ന് കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് വേറെ സംസാരിക്കാം. ഹോർഡിങ്സിൽ പോലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒരു ഹോർഡിങ്ങിന് ഒരു ചെറിയ പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 5 സെന്റെങ്കിലും വേണ്ടി വരും. ആ സ്ഥലത്ത് 1 ലക്ഷം രൂപയ്ക്കായിരിക്കും അവർ ചെയ്യുന്നത്. അതേപോലെ 200 ഹോർഡിങ്സ് ആയിരിക്കും ഓൾ ഓവർ ഉണ്ടാവുന്നത്. അപ്പൊ മിനിമം ആ ഒരു ഹോർഡിങ്സിന് വേണ്ടി തന്നെ ക്രോർസ് ആണ് അവർ ഒരു ഇയർ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം അവർ സ്പെൻഡ് ചെയ്യുന്നതിന്റെ കാര്യം വെച്ചാൽ ബ്രാൻഡിന്റെ ഡെവലപ്മെന്റും ബ്രാൻഡ് ആ ഏരിയയിൽ നമ്മളാണ് ടോപ്പ് എന്ന് കാണിക്കാനും എക്സിസ്റ്റൻസിങ്ങും പിന്നെ ഗ്രോത്തുമാണ്. അടുത്ത ലെവലിലോട്ട് പോകുന്ന ബ്രാൻഡ് എല്ലാം ചെയ്തേ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങും മാർക്കറ്റിംഗ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ റവന്യൂയുടെ ഒരു പെർസെൻറ്റേജ്, ഇത്രയും പെർസെൻറ്റേജ് മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് അവർ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് എന്തുകൊണ്ടാണ് 10,000 അല്ലെങ്കിൽ 20,000 രൂപ മിനിമം അത്രയെങ്കിലും ഒരു ചെറിയ ബ്രാൻഡ് ആണെങ്കിൽ പോലും ഇൻഫ്ലുവൻസറിന് കൊടുത്ത് ബ്രാൻഡ് ചെയ്യാൻ പറ്റാത്തത്? അതിൻ്റെ റിക്വയർമെൻറ്റില്ല. ഒരു 10,000 20,000 രൂപ മാറ്റി വെച്ചിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 3 മാസം ഇടയ്ക്കിലെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത എന്താണ്? എത്രയും ബ്രാൻഡ് ഇതുവരെയും ചെയ്തിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇല്ലാത്തത്? അറ്റ്ലീസ്റ്റ് അവരെ ഫോണിൽ എടുക്കുന്ന വീഡിയോസിന് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാമല്ലോ. അത് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഒരു അൽഗോരിതം വെച്ചാണെങ്കിൽ കോണ്ടന്റ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ കൺസെന്റ് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അത് വ്യൂവേഴ്സ് കണ്ട് കയറിപ്പോവും. പിന്നെ അവർ യൂസ് ചെയ്യും, റിവ്യൂസ് ഇടും, അങ്ങനെ അത് ബിൽഡായി പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഒരു പെട്ടെന്ന് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ഇൻഫ്ലുവൻസറിനെയോ അല്ലെങ്കിൽ ഒരു മാക്രോ ഇൻഫ്ലുവൻസറിനെ യൂസ് ചെയ്യാം. അതെ, ഇതേപോലൊരു 1-2 കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട്സിന് ടെക്സ്റ്റൈൽസ് ഷോപ്പാണ്. പുള്ളിയോട് ഞാനിങ്ങനെ പറഞ്ഞു, നമുക്കൊന്ന് റീലോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സെയിൽസ് കിട്ടത്തില്ലേ, നമുക്ക് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സെയിൽസ് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, എനിക്കിപ്പോൾ തന്നെ നല്ല സെയിലുണ്ട്, ഞാനിനി എന്തിന് അവർക്ക് വേണ്ടി മുടക്കണം എന്നൊരു ചോദ്യമാണ് അവർ ചോദിച്ചത്. അപ്പോൾ അതിലെന്താണ് ഒരു കാര്യം? ഇത് ഓൾമോസ്റ്റ് ഒരു ഇതുള്ള നല്ല ബ്രാൻഡുകൾക്ക് ആദ്യം ഉണ്ടാവുന്നതാണ്. ഇപ്പൊ പല ബ്രാൻഡ്സും ആദ്യം ഒരു 2 years ബാക്ക് ഞാനൊരു ഉത്തരം, ചിലർക്ക് ഒരു ബിസിനസ് വേറെ എനിക്ക് തോന്നിയിട്ടുള്ളത് ബിസിനസ് ആയിട്ട് കൊണ്ടുപോയാൽ മതി, അത് ബ്രാൻഡ് ആക്കാൻ ചിലർക്ക് താല്പര്യമില്ല. അവർക്ക് അതിനൊരു പുതിയ ഒരു ഷോപ്പ് തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ഒരു സബ്സിഡറി തുടങ്ങണമെന്നോ താല്പര്യമില്ലാത്തവരുണ്ട്. അവരാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഞാൻ കണ്ടിട്ടുള്ളത്. അവർക്ക് ജീവിച്ചു പോകാനുള്ള സാധനം കിട്ടിയാൽ മതി. പക്ഷെ 90% ആൾക്കാർക്കും നമ്മുടെ സ്ഥാപനത്തിന് ഒരു പേര് കിട്ടണം, ഒരു ബ്രാൻഡ് ആവണം, അടുത്ത ലെവലിലോട്ട് പോകണം, ബ്രാഞ്ചസ് തുടങ്ങണം. ഇത് തോന്നിയിട്ടുള്ള ഒരു ഇത് പറഞ്ഞു. കാരണം മറ്റേത് കച്ചവടം കണക്ക് നമുക്ക് പോവാം, ഓക്കെ, നമുക്ക് നഷ്ടമൊന്നുമില്ല, നല്ല ലാഭം കാണാം അല്ല. പക്ഷെ നമുക്കൊരു സമയം കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവരാണ് ഒരു സമയം കഴിയുമ്പോൾ ഒരു 10-20 വർഷം ഇങ്ങനെ പോകും. പക്ഷെ അപ്പോഴത്തേക്കും അടുത്ത ട്രെൻഡ് വരും, നമുക്ക് അവരെ കൂടെ പിടിക്കാൻ പറ്റും. ഒരു ബ്രാൻഡ് അതേസമയം നമുക്കൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അല്ല, ഇതിപ്പോ ഒരു കോൺട്രവേഴ്സി അല്ല ഞാൻ പറയണ. ഐഫോൺ സത്യം പറഞ്ഞ ബ്രാൻഡ് വാല്യൂ കൊണ്ട് നിൽക്കുന്ന ഒരു ഫോണാണ് ഇപ്പം, അല്ലേ? പണ്ട് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടിരുന്ന ബ്രാൻഡാണ്. പക്ഷെ അതിലിപ്പം മറ്റുള്ള കമ്പനികൾക്ക് ഇന്നോവേഷൻ വരണുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ് സത്യത്തിൽ. ഇല്ല. പക്ഷെ അതിപ്പോ ആ ഒരു ബ്രാൻഡിന്റെ വാല്യൂല് മാത്രം നിൽക്കുന്ന ഒരു ഫോണാണ് ഐഫോൺ എന്ന് പറയുന്നത്. ഇപ്പോഴും അത് നല്ല ഫോണെന്നല്ല, അഴുക്ക ഫോണെന്നല്ല പറയുന്നത്, നല്ല ഫോൺ തന്നെയാണ്, നല്ല പെർഫോമൻസ് ഉണ്ട്. പക്ഷെ അതിൽ അവർ ഈ ഒരു സ്ഥാനത്ത് എത്തിയത് ഇന്നോവേഷൻ കാര്യങ്ങളാണ്. പക്ഷെ അതിപ്പോഴില്ല. ഇപ്പം ആ ഒരു ബ്രാൻഡ് അവർ ബിൽഡ് ചെയ്ത് അതിനൊരു പേരാക്കി അവർ കുറേ ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും ഇൻഫ്ലുവൻസിങ്ങും എല്ലാം ഉണ്ടാക്കി മെന്റലി നമുക്ക് അതിനൊരു നീഡാക്കി ഇപ്പോൾ അതൊരു നീഡാക്കി. അതിന് ഞാൻ ബെറ്ററായി പറയാം, അവരൊന്നും പ്രോഡക്റ്റ് അല്ല സെല് ചെയ്യുന്നത്, സെല്ലിംഗ് ഇമോഷൻ. അതാണ് മെയിൻ കാര്യം. ഐഫോൺ ഇസ് ലക്ഷറി, അല്ലെങ്കിൽ അതൊരു നമ്മുടെ വാല്യൂ കൂട്ടുന്ന ഒരു പ്രോഡക്റ്റ്. ദേ ആർ നോട്ട് സെല്ലിംഗ് ദ പ്രോഡക്റ്റ്. ഇങ്ങനെയുള്ള ബ്രാൻഡ്സിലെല്ലാം തന്നെ ഇമോഷൻസ് ആണ് സെല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ അഡ്വർടൈസ്മെന്റും അത്രയും ക്രിയേറ്റീവ് ആയിരിക്കും. കൊക്കക്കോള, KFC, നൈക്ക്, പ്യൂമ, ഇങ്ങനെയുള്ള ഷൂസ് ബ്രാൻഡ്സ്, ഇവരെല്ലാം തന്നെ ഒരു ഇമോഷനാണ് സെല് ചെയ്യുന്നത്, നോട്ട് എ പ്രോഡക്റ്റ്.
അത് കസ്റ്റമേഴ്സിനോട് എത്തിക്കുന്ന മീഡിയ, സോഷ്യൽ മീഡിയയിൽ എത്തിക്കുന്നത് അത്രയും ക്രിയേറ്റീവായിട്ടാണ്. അവരതിന് അത്രയും എഫേർട്ടും അത്രയും സ്പെൻഡും അവർ ചെയ്യുന്നുണ്ട്. നൈക്കാണോ പ്യൂമയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. അവർ ഒരു വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഒരു ഫുട്ബോളർ അത്യാവശ്യം നല്ലൊരു, ആ സമയത്ത് ഏറ്റവും എനിക്കൊന്ന് പെലെയാണെന്ന് തോന്നുന്നു, ആ ഒരു ഫുട്ബോളർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പെട്ടെന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഷൂ ലേസ് പ്യൂമയാണല്ലേ, ഷൂ ലേസ് കെട്ടുകയാണ്. ഓക്കെ, പെട്ടെന്ന് അവിടെ ആ സ്റ്റേഡിയത്തിലുള്ള എല്ലാ ക്യാമറയും പുള്ളി എന്താണ് ചെയ്യുന്നത് പറഞ്ഞ് നോക്കിയപ്പോഴത്തേല് പ്യൂമയുടെ സിമ്പിൾ. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റിംഗ്. ആ സമയത്ത് ചെയ്തൊരു മാർക്കറ്റിംഗ് ആണ്. അത് സോഷ്യൽ മീഡിയയിൽ കൂടെ വളരെ രീതിയിൽ നല്ല രീതിക്ക് പോയതാണ്. കാരണം അത്രയും നല്ലൊരു പ്ലെയർ കിട്ടുന്ന സമയത്ത് ആ പുള്ളിയുടെ കാലിൽ ഈ ഒരു ഷൂ, ആക്ച്വലി അഡ്വർടൈസ്മെന്റ് ആയിരുന്നു, പ്ലാൻഡ് അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ഇങ്ങനെ പ്ലാൻഡ് അഡ്വർടൈസ്മെന്റ് ഒരുപാട് കമ്പനീസ് ഉണ്ട്. റെഡ് ബുള്ള് എന്ന് പറഞ്ഞ ബ്രാൻഡ്, അവരുടെ സെയിൽസ് ഒരു സമയത്ത് ഭയങ്കര ഡള്ളായിരുന്നു. അപ്പൊ അവർ യൂസ് ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അവരുടെ കയ്യിൽ അങ്ങനെ പല ബ്രാൻഡ് ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ പല ബ്രാൻഡ്സും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ റെഡ് ബുൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ്സിൽ എല്ലായിടത്തും കൊണ്ടുപോയി ഇവർ റെഡ് ബുൾസിന്റെ എംറ്റി ക്യാൻ ക്രാഷ് ചെയ്തിട്ടിട്ടേക്കായിരുന്നു. അവർ ഡസ്റ്റ്ബിൻസ് നോക്കുമ്പോൾ അതിനകത്ത് ഫുൾ റെഡ് ബുൾസിന്റെ ക്യാൻ, കുടിച്ച് തീർത്ത ക്യാൻ, അതേപോലെ സൈഡിൽ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ നോക്കുമ്പോൾ ഇതെന്തോ എല്ലാവരും ഇതാണ് കുടിക്കുന്നത്, ഞാൻ മാത്രമാണ് നാട്ടിൽ കുടിക്കാത്ത ഒരാളെന്ന് തോന്നും. അവരടുത്ത ഷോപ്പിൽ ചെല്ലുന്നു റെഡ് ബുൾ, കാരണം റെഡ് ബുൾ അവിടെയൊക്കെ ഷോപ്പിൽ എല്ലായിടത്തും റെഡ് ബുൾ ഉണ്ട്, ബട്ട് അതൊന്നും ആരും എടുക്കാതെ ഇങ്ങനെ വെച്ചേക്കുകയാണ്. സോ അവരെന്ത് ചെയ്തു, അവർ പിക്ക് ചെയ്ത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കുടിച്ച് അത് അവരുടെ സ്റ്റൈലായി. പക്ഷെ പിന്നീട് അത് അറിയുന്നത് അത് ആക്ച്വലി റെഡ് ബുളിന്റെ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. അത് റെഡ് ബുളിന്റെ ടീമാണ് അവിടെ അങ്ങനെ കൊണ്ടിട്ടിരുന്നത്. അപ്പൊ അവർക്ക് എന്തായിരുന്നു അതിൽ ആ ഒരു മാർക്കറ്റിംഗ് കോസ്റ്റ് ഇല്ലാതെ അവർ ചെയ്തൊരു മാർക്കറ്റിംഗ് ആണ്. ഇതേപോലെ സ്റ്റാർബക്സും ചെയ്യുന്നുണ്ട് ഇതേപോലെ സാധനം. അവർ ചെയ്തെന്ന് വെച്ചാൽ പർപ്പസ്ഫുള്ളി, സ്റ്റാർബക്സിൽ അറിയാം നമ്മളൊരു കോഫിയോ എന്താണ് എടുക്കുന്നെങ്കിലും അവർ ആ കപ്പിനകത്ത് നമ്മുടെ പേര് എഴുതും, ഇനിഷ്യൽ ചേർത്ത് തന്നെ പേര് എഴുതും. ഓക്കെ, ഇപ്പൊ കിരൺ കുമാർ എന്നാണെങ്കിൽ അവർ കിരൺ കുമാർ എന്ന് എഴുതും. ഓക്കെ, എന്നിട്ട് അവർ വിളിക്കും ഇങ്ങനെ കിരൺ കുമാർ ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ കപ്പ് മേടിച്ചിട്ട് കുടിക്കുമ്പോൾ ആ കപ്പിൽ നമ്മൾ പേരുണ്ടാവും. നമ്മളത് ഭയങ്കര എൻജോയ്, കാരണം നമ്മളെ പേരെന്ന് പറയുമ്പോൾ എവിടെ കണ്ടാലും ഭയങ്കര ഒരു ആനന്ദം. അപ്പം അത്രയും വലിയൊരു സാധനത്തിനകത്ത് വരുമ്പോൾ അങ്ങനെ സ്റ്റാർബക്സ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ പേര് പറഞ്ഞു കൊടുത്ത കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് നമ്മൾ തിരിച്ച് കിരൺ കുമാർ എന്ന സ്ഥലത്ത് കിരൺ ബാബു എന്ന് നടക്കും. ഹൗ സ്റ്റുപ്പിഡ്. അപ്പോൾ ഉറപ്പായും നമ്മുടെ ഒരു ഇനിഷ്യൽ മാറാൻ നമുക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്കാർ അത് കംപ്ലയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സോറി മിസ്റ്റേക്ക് പറ്റിയതാണ്. അങ്ങനെ അത് ഭയങ്കര ചർച്ച, എല്ലാവർക്കും കിട്ടുന്ന എല്ലാവർക്കും സെക്കൻഡ് നെയിം അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം മാറുകയാണ്. അങ്ങനെ ഭയങ്കര ഇഷ്യൂസായി. അങ്ങനെ ഭയങ്കര സോഷ്യൽ മീഡിയ വഴിയായാലും അന്നത്തെ പത്ര വഴി റേഡിയോ വഴി ഭയങ്കര ഒരു ചർച്ചാ വിഷയമായി. അങ്ങനെ കാണണമല്ലോ, എൻ്റെ പേര് തെറ്റിക്കുന്നു പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ഇടിച്ചു കയറാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവർ വന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് പറഞ്ഞു സോറി അത് ഒരു അബദ്ധം പറ്റിയതാണ്, അത് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയൊരു മിസ്റ്റേക്ക് ആണെന്ന് ഇപ്പോഴും അത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കാരണം എല്ലാവരും പബ്ലിസിറ്റി ചെയ്ത്, കാരണം അത് പ്രോഡക്റ്റിന് ഇഷ്യൂസ് ഇല്ല, പ്രോഡക്റ്റ് നല്ലതാണ്. ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് എഴുതുമ്പോൾ മാറിപ്പോകുന്നു. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന രീതിയിൽ ഒരു ക്യാമ്പയിനൊക്കെ നടത്തി അങ്ങനെ ഇനി എൻ്റെ തെറ്റുമോ എന്നറിയണമല്ലോ എന്നറിയാൻ വേണ്ടി അവർ പോയി. ആ ബ്രാൻഡ് ഹ്യൂജായി. അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് അന്നും ഇന്നും ബുദ്ധി ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. അന്ന് അവർക്ക് അത്രയും ഇതുള്ളായിരുന്നു, ഏരിയ ഉള്ളായിരുന്നു. ഇന്ന് ഏരിയ കുറച്ചുകൂടെ വാസ്റ്റായി അത് യൂസ് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു. സോ ആ ഒരു ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഒരു മീഡിയ ഉള്ളപ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് ഫ്രീ ആണ്, ജെന്യൂൻലി ഫ്രീ അല്ല, ബട്ട് എങ്കിലും നമുക്ക് അതിൽ ഒരുപാട് അതിനുവേണ്ടി അതിൽ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഒരു പൈസ ആവുന്നില്ല. ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പൈസയാവും. അത് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായും അതിൽ നിന്ന് കൺവേർഷൻ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ 2024 ഒരു റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 80% ആണ് ഇൻക്രീസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ്. ആൻഡ് എനിക്ക് തോന്നുന്നു 2026 തന്നെ ഒരു 80% ബ്രാൻഡ്സും ഒരു 30 to 40% ഓഫ് അവരുടെ മാർക്കറ്റിംഗ് സ്പെൻഡും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലേക്ക് ഇടാനാണ് ആ ഒരു റിപ്പോർട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ശരിയാണ്. ഇപ്പോൾ ഒരു സർവീസ് മാനേജർ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു സ്വന്തം ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് വെച്ചോ, ശരിയാണ് അത് ജസ്റ്റ് തുടങ്ങി അങ്ങ് പോവുകയുള്ളൂ, അതേ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കേസ് ഭാവിയിലുള്ളൊരു ഇതാണ്. എങ്ങനെയാണ് നമ്മൾ ആദ്യം നമ്മുടെ ഇതിൽ തുടങ്ങി, പിന്നെ നമ്മളത് എന്താ വലുതാക്കാനല്ലേ നോക്കുള്ളൂ.
ആദ്യമേ ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുക, അത് കുറച്ചാൾ നമ്മൾ ആദ്യം കുറച്ച് നാൾ കഴിയും. കാരണം നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ആവണം. അല്ലാതെ നമ്മൾ ആദ്യമേ ചെന്ന് ഇൻഫ്ലുവൻസിന് നമ്മൾ അതും ഇല്ല ഇതും ഇല്ലാതെ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ആവണം. നമ്മളൊന്ന് സെറ്റായി നമ്മൾ മുമ്പോട്ട് പോകാൻ നമ്മളെ കൊണ്ട് വെക്കും. അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങിയാൽ നമുക്ക് അടുത്ത സ്ഥലത്ത് തുടങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കേപ്പബിലിറ്റി ഉണ്ട് എന്ന് തുടങ്ങിയാൽ നമുക്ക് അടുത്ത് തുടങ്ങാം. വെൽ സെഡ്. നല്ലൊരു പോയിന്റാണ്. ഏതൊരു ഓൺട്രപ്രണർ സ്റ്റാർട്ട് ചെയ്താലും ഒരു പോയിന്റാണ്, ഏതൊരു ഓൺട്രപ്രണർ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താലും ആദ്യം അതിനൊരു പ്രോപ്പറായ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. അത് മെയിനായിട്ട് ഉണ്ടാവേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ അറിയണം, സ്ട്രെസ് മാനേജ് ചെയ്യാൻ അറിയണം, സക്സസ് മാനേജ് ചെയ്യാൻ പഠിക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സക്സസ്, ഫെയിലിയർ, ഇതും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. സ്റ്റാഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റണം, പ്രോപ്പറായ സിസ്റ്റം. ഇൻ കേസ് ആ നടത്തുന്ന ആൾ അവിടെ ആബ്സെൻ്റ് ആണെങ്കിൽ പോലും വർക്ക് പ്രോപ്പറായി നടന്നു പോകണം. 5 സ്റ്റാഫേ ഉള്ളെങ്കിലും ആ 5 സ്റ്റാഫിന് വ്യക്തമായ ധാരണ ഉണ്ടാവണം, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് എനിക്കൊരാൾ ഒരു വർക്ക് അസൈൻ ചെയ്തില്ലെങ്കിൽ പോലും, ഒരു ഹെഡ് എന്നൊരാൾ ആബ്സെൻ്റ് ആണെങ്കിൽ പോലും ഞാൻ എൻ്റെ കമ്പനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും, എൻ്റെ അടുത്തുള്ള അവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും, അവൻ ഇത്രയും, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഒരിക്കലും ഒരു ഹെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ള എല്ലാം ഡൗൺ ആവരുത്. സിസ്റ്റം, സ്റ്റാഫ് മാനേജ്മെൻറ്റ്, പ്രോപ്പറായ പ്ലാനിങ്സ്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ്. ഒരു കാര്യം മാർക്കറ്റിംഗ് ആൻഡ് ദെൻ കംസ് ഈ ഇൻഫ്ലുവൻസർ. ഈ ഇൻഫ്ലുവൻസറിന് നമ്മളൊരു ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഇൻഫ്ലുവൻസർ കാരണം നമുക്ക് പെട്ടെന്നൊരു ഹ്യൂജ് ലെവൽ ഓഫ് കസ്റ്റമർ പൂൾ ഉണ്ടാവും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ഈ കസ്റ്റമർ വരുമ്പോഴത്തേക്ക് ഒരു പൈസ ഉണ്ടാക്കും. നോ കസ്റ്റമർ ഒരുപാട് വരാൻ നേരത്ത് ആ ക്രൗഡിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള പവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് രണ്ടെന്ന് കണ്ട ഒരു കാഴ്ചകളാണ്. ഒരുപാട് ബ്രാൻഡ്സിന് ഇത് പറ്റി. ഇപ്പൊ ഈയിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഒരുപാട് ബ്രാൻഡ്സിന് അത് ഈവൻ കേസ് ലീഗൽ ഇഷ്യൂസ് വരെ പോയ ക്രൗഡ് മാനേജ്മെന്റ് പറ്റില്ല എന്നുണ്ടെങ്കിൽ, കാരണം നമ്മളൊരു ആഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുക പല ആൾക്കാരും ചെയ്തു നോക്കാൻ നടക്കണേ, അങ്ങനെ ചെയ്യരുത്. നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യുക. മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറെ കസ്റ്റമേഴ്സ് വന്നാൽ ആ കസ്റ്റമേഴ്സ് എല്ലാവരും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഇപ്പോൾ ഒരു ഹോട്ടലാണെങ്കിലും അല്ലാതെ ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കൊടുക്കും പെട്ടെന്ന് കുറെ കസ്റ്റമേഴ്സ് വന്നാൽ അവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ടോ? അല്ലെങ്കിൽ ആ ലെവലിനെ ചെയ്യാവൂ. ചില ആൾക്കാർ ചിലപ്പോൾ അവരുടെ കയ്യിൽ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വലുതായതുകൊണ്ട് തന്നെ അവർ ഏറ്റവും നല്ല ഇൻഫ്ലുവൻസർ വെച്ചൊരു വലിയൊരു വീഡിയോ ചെയ്യും. ഹ്യൂജ് എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സ് ആയിരിക്കും കയറി വരുന്നത്. ഞാൻ എൻ്റെ ബ്രാൻഡിൽ ചെയ്തപ്പോഴത്തേല് പെട്ടെന്നൊരു ഹൈപ്പ് കയറിയായിരുന്നു. ബട്ട് താങ്ക് ഗോഡ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് അത്രയും പ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. കാർഗ്ലൻസ് എന്ന കമ്പനി ഞാൻ പ്രയർലി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. കാർഗ്ലൻസ് ഇന്ന് പെക്സ എന്നാണ് അറിയപ്പെടുന്നത്. ആ കമ്പനി ഫസ്റ്റ് വീഡിയോ, ആ കമ്പനിയുടെ ഫസ്റ്റ് വീഡിയോ 2020 ഞാനാണ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് വീഡിയോ ചെയ്തേക്കുന്നത് ഇബാദ് റഹ്മാൻ എന്ന് പറഞ്ഞ ടെക് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള പുള്ളിക്കാരാണ്. ആ വീഡിയോ ചെയ്തതിനു ശേഷം ഹ്യൂജ് ഒരു റൈസ് ആയിരുന്നു ബ്രാൻഡിനുണ്ടായത്. ഒരു 10 ഫ്രാഞ്ചൈസിയുള്ള കമ്പനിക്ക് പെട്ടെന്നൊരു 50 to 80 ഫ്രാഞ്ചൈസിയോളം ബിൽഡായി എന്ന് പറഞ്ഞാൽ ലാക്സ് കാർഗ്ലൻസ് ആയിരുന്നു സ്റ്റാർട്ടിങ്. മൊബൈൽ കാർ വാഷ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മൊബൈൽ കാർ വാഷ് നെറ്റ്വർക്ക് ആണ്. അപ്പൊ ആ കമ്പനി എന്ന് പറയുന്നത് ഒരു ഒറ്റ വീഡിയോ കാരണം ഉണ്ടായ ഒരു ഹൈപ്പാണ്. പക്ഷേ അതിന്റെ ഓൺട്രപ്രണറും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറും സ്ട്രോങ് ആയിരുന്നത് കൊണ്ട് തന്നെ അത്രയും ക്ലയൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനും പറ്റി. അവർക്ക് അത്രയും എടുക്കും. കാരണം ഈ ഫ്രാഞ്ചൈസി എടുക്കാൻ നേരത്ത് അവർക്ക് ആക്ച്വലി സാധനങ്ങൾ വരേണ്ട ജർമ്മനിയിൽ നിന്നാണ്. ആക്ച്വലി ജർമ്മനി എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ്. എറണാകുളത്താണ് എൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ എക്യുപ്മെന്റ്സ് എല്ലാം വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. പെട്ടെന്ന് ഒരു 50 to 80 ഫ്രാഞ്ചൈസി എടുക്കണമെന്ന് പറഞ്ഞാൽ അത്രയും പ്രോഡക്ട്സ് വരണം, അത്രയും മെഷീൻസ് എക്യുപ്മെന്റ്സ് വരണം. അത്രയും പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ അതൊരു ഫ്ലൈറ്റിലേ വരാൻ പറ്റുള്ളൂ. അല്ലാതെ എന്ത് ഷിപ്പിൽ എങ്ങനെ വന്നാലും ഡിലേ ആവും. അപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സ് ഡിലേ ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കസ്റ്റമേഴ്സ് ബാക്കൗട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. ബട്ട് ആ ഓൺട്രപ്രണർ അതിനെ ഹാൻഡിൽ ചെയ്തൊരു രീതിയുണ്ട്. അവരും ക്ലയൻറ്റ് അതേപോലെ ആ ജർമ്മൻ കമ്പനി സപ്പോർട്ട് ചെയ്ത രീതിയുണ്ട്. അവർ പറഞ്ഞു ഫ്ലൈറ്റിൽ അവർ ലോഡ് ആക്കി തരാം. അതിനുവേണ്ടിയുള്ള എഫേർട്ട് എടുത്തു, അത് സക്സസ്ഫുൾ ആയി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നെറ്റ്വർക്ക് ആണത്. സോ അങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനെ അഫോർഡ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഈ ഓൺട്രപ്രണേഴ്സിനെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കിരണിനെ പോലൊരു ഒന്നുകൂടാ. ഇപ്പോൾ ഈ ഓൺട്രപ്രണേഴ്സിനെ ഒന്നും അറിഞ്ഞിട്ടില്ല, ഇതൊന്നും ഒരു ഐഡിയ ഇല്ല. കുറച്ചെന്നാ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ക്യാഷ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഇൻഫ്ലുവൻസിങ് കാര്യങ്ങളുണ്ട്. പക്ഷെ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. എന്നാൽ കിരണിനെ പോലെ ഒരു കൺസൾട്ടന്റിനെ വിളിക്കുകയാണ്. സക്സസ്ഫുൾ ആവോ ഇല്ലയോ വെച്ചാൽ ഒരു ലിമിറ്റ് ഇല്ലേ? ചിലപ്പോൾ
കിരണിന് ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ? അത് ഉറപ്പായിട്ടും ഉണ്ടാവും. സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് ഞാൻ ഇത് പഠിച്ചേക്കുന്നതെല്ലാം തന്നെ ഞാൻ ഓരോ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ഐഡിയ ബിൽഡ് ചെയ്ത് ഏകദേശം എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ സെയിം ആണ്. സ്റ്റാഫ് മാനേജ്മെൻറ്റ്, സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ബേസിക് ഐഡിയ ആണ് ഉള്ളത്. ഇത് ബിസിനസ്സിനോട് ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ആ ഒരു ഫീൽഡിൽ എത്തിയത്. പക്ഷേ ഒരു ഓൺട്രപ്രണർ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ അവൻ തിരിച്ച് മറിച്ച് അവൻ ഒരുപാട് ആലോചിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും, അവൻ അതിനെക്കുറിച്ച് നോളജ് ഉണ്ടാവും. നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പരിപാടിക്ക് ഇറങ്ങാവൂ. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള മെയിൻ കാര്യം. അവന് പൈസ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ബിസിനസ് ചെയ്യാൻ നിൽക്കരുത്, അവന് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് ബിസിനസ് ചെയ്യാൻ നിൽക്കരുത്. അത് അൾട്ടർ ഫെയിലിയർ ആവും. അവൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവന് ഹോട്ടൽ തുടങ്ങിയാണെങ്കിൽ അവൻ ഷെഫിനെ ഡിപ്പെൻഡ് ആയിരിക്കാൻ പാടില്ല അവൻ ആ ഹോട്ടൽ തുടങ്ങേണ്ടത്. ആ ഷെഫ് പോയി കഴിഞ്ഞാൽ അവന് കിച്ചണിൽ കയറി അടിക്കാൻ പറ്റണം സെയിം സാധനം, സെയിം രുചിയിൽ. പാരഗൺ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പാരഗൺ ഒരു സമയത്ത് ഷെഫിന് ഡിപ്പെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു ഹോട്ടലായിരുന്നു. പെട്ടെന്ന് അതിലുള്ള 3 പാർട്ട്നേഴ്സാണ്. 3 പാർട്ട്നേഴ്സിൽ 2 പാർട്ട്നേഴ്സും പോയി, ഒരു പാർട്ട്ണർ മാത്രമായി. സോ മറ്റുള്ള 2 ഷെഫും ചെയ്ത ഐറ്റംസ് ഇവർക്ക് ചെയ്യാൻ അറിയില്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ക്ലയൻസ് ഡൗൺ ആവാൻ തുടങ്ങി. പുള്ളി അതിനുവേണ്ടി ചെയ്തൊരു കാര്യം, വരുന്ന എല്ലാ സ്റ്റാഫിനെ കൊണ്ടും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ഈ സെയിം സാധനം എല്ലാം. അപ്പോൾ ഷെഫ് ഇല്ലെങ്കിൽ അവിടെ നല്ല സാധനം ഉണ്ടാവില്ല എന്നൊരു ഇത് മാറി. കാരണം ഇന്ന് ഷെഫ് ഇല്ലെങ്കിൽ അടുത്ത ആൾ ചെയ്യും, അവൻ ഇല്ലെങ്കിൽ അടുത്ത ആൾ ചെയ്യും. എല്ലാവർക്കും ഈ ഡിഷ് ഉണ്ടാക്കാൻ അറിയാം. ആ സെയിം ഡിഷിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാവർക്കും അറിയാം. സോ അതിനെ ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാറ്റിയിട്ട് അത് അവിടുത്തെ രീതിയായി. സോ അതേപോലെ നമ്മളൊരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഒരുപാട് അതിൻ്റെ പിറകെ നടന്നിട്ടേ അവ ഇറങ്ങുള്ളൂ. അപ്പോൾ അവന് ബേസിക് കാര്യങ്ങൾ അറിയാം. പിന്നെ പാടുള്ള കഴിഞ്ഞാൽ സ്റ്റാഫ് മാനേജ്മെന്റ് ആയിരിക്കും. അത് ചെയ്ത് വരുമ്പോഴത്തേലും അത് ബിൽഡാവും. പിന്നെ ഇവരിത് ചെയ്യാൻ നേരത്തെ ഇവരിതിനെ കുറിച്ച് പഠിക്കാൻ പാഷനേറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് ഫെയിലിയേഴ്സ് എന്ന് അവർ പഠിക്കാൻ തന്നെ ചെയ്യും. ഒന്ന്, ഫെയിലിയേഴ്സ് എന്ന് അവർ കറക്റ്റ് ചെയ്യും. 2, ഇവർ ഇതിനെക്കുറിച്ച് ഫോക്കസ്ഡ് ആകുമ്പോഴത്തേലും ഇവർ ഇതിനെക്കുറിച്ച് പഠിക്കും. ഇതിൻ്റെ മെൻറ്റേഴ്സിൻ്റെ അവിടെ സംസാരിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കും. ബുക്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കും. എക്സ്പീരിയൻസ് പഠിച്ച് ഇപ്പോൾ കിരണിന്റെ അനുഭവത്തിൽ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ആരെങ്കിലും വിളിച്ചത് കണക്ക് ഇൻഫ്ലുവൻസറിന്റെ കേസ് കിരൺ അയാളോട് ഇങ്ങനെ പറയണം ഇന്ന കാര്യങ്ങൾ. അപ്പോൾ അപ്പം ഇത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ പിന്നെ അതായത് നമ്മളിപ്പോൾ ഇത് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നും. കാരണം ഇത്രയൊക്കെ ഉണ്ടാ നമ്മളെ കൂട്ടി ഇതൊക്കെ പറ്റുമോ, നമ്മളിതിന് ചെന്ന് ചാടി അവസാനം ഉള്ളതും കൂടെ നഷ്ടപ്പെടുമോ, അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നവരുണ്ടോ? അതോ? ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. നമ്മൾ സംസാരിക്കാൻ നേരത്തെ ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇത് തൊട്ട പ്രശ്നമാണെന്ന് പറഞ്ഞ് കളഞ്ഞു പോകും. അപ്പം ഞാൻ രണ്ടാമത് ചെയ്ത് വെച്ചാൽ അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട, കാരണം ക്ലയന്റിനെ വിടണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അത് എനിക്ക് മനസ്സിലായി അതൊരു മിസ്റ്റേക്കാണ്. വ്യക്തമായി അവർക്കൊരു ധാരണ കൊടുത്തു കഴിഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ ആ പരിപാടിക്ക് ഇറങ്ങാവൂ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തൊട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് വീഡിയോ ഒരു തവണ മാത്രം ചെയ്തിട്ട് നമുക്ക് വിട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിരിക്കണം, ആക്ഷൻസ് കൊടുത്തോണ്ടേയിരിക്കണം. നമ്മൾ മറ്റേ ടാർഗറ്റ് ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ എറിയുന്ന പോലെയാണ്, എറിഞ്ഞുകൊണ്ടിരിക്കണം. ഒരു ദിവസം അതിൽ കറക്റ്റ് ടാർഗറ്റ് കൊള്ളും, അതുവരെ നമ്മൾ എറിഞ്ഞുകൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തവണ കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ കളയാൻ പറ്റില്ല. സോ ബിസിനസ്സിൽ നമുക്ക് എന്താണെങ്കിലും ഇപ്പം എന്നെ വെച്ച് ആഡ് ചെയ്യുന്നവർക്കും ചിലപ്പോൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അവർ വേറെ ആളെ ചെയ്യണം, അല്ലെങ്കിൽ എന്നെ വെച്ച് വേറെ രീതിയിൽ ട്രൈ ചെയ്യണം. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സക്സസ്, ഹൈ റേറ്റ് ഉള്ള ഒരാൾ, ഹൈ വ്യൂസ് ഉള്ള ഒരാളെ വെച്ച് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാകാതിരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മൾ തിരിച്ച് ടോപ്പിക്ക് കുറച്ചങ്ങ് പോകുന്നുണ്ട്. നമ്മൾ ബിസിനസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് വർഷങ്ങളോളം പറയാണ്ട് കഥ എത്ര ദൂരം പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ബ്രാൻഡ് ഇൻഫ്ലുവൻസിനെ ചൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഭാവി എന്താണ്? ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗും സോഷ്യൽ മീഡിയയും എന്നും നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, എസ്പെഷ്യലി ഇൻഫ്ലുവൻസേഴ്സ് എന്നും നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇൻഫ്ലുവൻസേഴ്സ് നിലനിൽക്കുക തന്നെ ചെയ്യും. മീഡിയം മാറാം. ഇപ്പൊ ടിക്ടോക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമിലുള്ള മീഡിയ ചിലപ്പോൾ മാറാം. പണ്ടും ഇതുണ്ടായിരുന്നു. പണ്ട് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് സെലിബ്രിറ്റീസ്, ഫിലിം സ്റ്റാർ, സെലിബ്രിറ്റീസ്, അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻസ്, അങ്ങനെയുള്ള ആൾക്കാരെ ആയിരുന്നു. ഇന്ന് സെലിബ്രിറ്റീസ് ഉൾപ്പെടെ, ഫിലിം സ്റ്റാർസ് ഉൾപ്പെടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും യൂട്യൂബിലും ഉള്ളവരായിരിക്കും. ഇപ്പൊ മൂവി പ്രൊമോഷൻസ് പോലും അവർ യൂട്യൂബേഴ്സിന്റെ അടുത്താണ് വരുന്നത്, റിവ്യൂവേഴ്സിന്റെ അടുത്താണ് വരുന്നത്, മീഡിയ ചെയ്യുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് പോഡ്കാസ്റ്റ് ചെയ്യുന്ന അടുത്താണ് വരുന്നത്.
ഇൻഫ്ലുവൻസേഴ്സ് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന്റെ ഒരു റിപ്പോർട്ട് തന്നെ ലാസ്റ്റ് Forbes.com ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ തോന്നലെന്ന് പറയുന്നത് എനിക്കിപ്പം ഇപ്പം ഈ ഒരു റീസെൻ്റ്ലി ഇൻഫ്ലുവൻസേഴ്സിനുള്ള വിശ്വാസം കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒരു പരിധി വരെ. അതുകൊണ്ട് എൻ്റെ ഒരു തോന്നൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇതും നിലനിന്ന് പോവാം. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ ഉള്ള ഒരു ഹൈപ്പും മേ ബി ഭാവിയിൽ കാണുമോ എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാം കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെ ഇപ്പം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുവിധം ഒരു ഫോണും ഒരു മൈൻഡ് സെറ്റും ഉള്ള എല്ലാ ആൾക്കാരും ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ലെവലിൽ ഇറങ്ങുകയാണ്. ഇപ്പൊ തന്നെ നമ്മളിപ്പോൾ ഒരാൾക്കൊരു പാക്കേജ് അയക്കുകയാണ്, നമുക്ക് ഇൻഫ്ലുവൻസർ വീഡിയോ ചെയ്യാൻ ഇത്രയും രൂപയാവും എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാ 2000 rupees-നും 3000 rupees-നും ചെയ്തിട്ട് ആൾക്കാരുണ്ട്. വൈ കിരൺ ദിസ് ബഡ്ജറ്റ്? അല്ലെങ്കിൽ ഇപ്പം 1 lakh 2 lakh ഒക്കെ പണ്ട് മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം അവർക്കും കൊടുക്കാൻ ആൾക്കാരില്ല. കാരണം ഇവിടെ 2000-ന് ഫ്രീ ആയിട്ടും ചെയ്ത് കൊടുക്കാൻ ആൾക്കാരുണ്ട്. കാരണം പുതിയ ഇൻഫ്ലുവൻസേഴ്സ് കയറി വരുമ്പോൾ, പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്ക് പല ആൾക്കാരും ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയോ കമ്പനിയുടെ പെർഫോമൻസോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ലതാണോ ചീത്തയാണോ ഒന്നും അറിയില്ല. എനിക്ക് ആ വർക്ക് കിട്ടണം, എങ്ങനെയും ചെയ്യണം. 2000 ഒക്കെ അവരൊക്കെ 2000 വെച്ച് അവരൊരു 10 വരെ ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് ചെറിയ എമൗണ്ടേ ആവുന്നുള്ളൂ. പക്ഷേ ഈ 10 വരെ ചെയ്യുമ്പോൾ എത്ര പേരാണ്, എത്ര നെറ്റ്വർക്കാണ് കാണുന്നത്, എത്ര ഓഡിയൻസ് ആണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നേരത്തെ അതിൻ്റെ ട്രസ്റ്റ് വർത്തി കുറയുമ്പോൾ കസ്റ്റമേഴ്സ് ഇതേപോലെ കൺഫ്യൂസ്ഡ് ആവും. ഞാൻ ഏത് വിശ്വസിക്കണത്, ഇതെല്ലാം ഫേക്കാണ്. ഒറ്റയടിക്കല്ല, പണ്ട് തൊട്ട് എക്സിസ്റ്റ് ആയിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, തുടങ്ങി വെച്ച കുറേ ആൾക്കാരുണ്ട്, തലമൂത്ത ആൾക്കാരുണ്ട്, കമ്മ്യൂണിക്കേഷനിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ. അവരൊക്കെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിനെ കുറിച്ച്, കാരണം അവർ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. ചുമ്മാ കയറി ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിന് ഒരു ബ്രാൻഡിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് അവർക്ക് പണി കിട്ടും, അവർക്ക് ഉറപ്പായും. അതുകൊണ്ട് തന്നെ അവർ അത് ചെയ്യില്ല. പക്ഷെ പുതിയ ആൾക്കാർക്ക് അങ്ങനെ അറിയില്ലല്ലോ, അവർക്ക് കിട്ടേണ്ടത് ഓപ്പർച്യൂണിറ്റിയാണ്. അവർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അങ്ങനെയാണെങ്കിൽ ബ്രാൻഡുകൾ ചിന്തിക്കുക, ഓക്കെ അങ്ങനെ ഒരാൾക്ക് കൊടുക്കാനകത്ത് ഇവർ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഇവരൊരു ജെന്യൂൻ ആയിട്ട് അമൗണ്ടും കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇത് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി അവർ ഫ്രീ ആയിട്ട് ചെയ്യാൻ റെഡിയാണ്. ഒരു വലിയ ഇൻഫ്ലുവൻസർ പോകാത്തൊരു ഹോട്ടലിൽ പോയിട്ട് പറയണം, ഞാൻ വീഡിയോ ചെയ്തിട്ട്, നീ ചെയ്തിട്ടോ അടിപൊളിയാണെന്ന് പറയണം, അല്ല സൂപ്പറായിട്ട് പറയണം, ഓക്കെ അത് ഞാൻ പറയട്ടെ, ഫുഡും കൊടുക്കും, എന്തെങ്കിലും പൈസയും കൊടുക്കും. ചില ഇൻഫ്ലുവൻസർ അങ്ങനെയല്ല, അവരൊന്നും പൈസ മേടിക്കില്ല. ജെന്യൂൻലി അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? അവർ യൂട്യൂബിൽ നിന്ന് വരുമാനം വരട്ടെ, അല്ലാതെ അവർ പോയി ഫുഡ് കഴിക്കും, ഫുഡ് കഴിച്ചിട്ട് അവർക്ക് കൊള്ളാമെങ്കിൽ അവർ പറയും. അങ്ങനെ പറയുന്ന എത്രയും ബ്ലോഗേഴ്സ് ഉണ്ട്. അവരെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ചെയ്യുന്ന ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട്. 100% ജെന്യൂനായിട്ട് ചെയ്യുന്ന ബ്ലോഗേഴ്സും ഉണ്ട്. അതിനെക്കുറിച്ച് കയറി വരുന്നവർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് ആദ്യം പറ്റും, പിന്നെ ഒരു പഠിക്കും. ഇടയ്ക്ക് നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസർ, പേര് പറയുന്നില്ല, ഇൻഫ്ലുവൻസറിനെ പറ്റിയെന്ന് വെച്ചാൽ അവർ അബ്രോഡ് സ്റ്റഡീസിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തു. അബ്രോഡ് സ്റ്റഡീസിന് വീഡിയോ ചെയ്തു, അവർ നല്ല പേയ്മെൻറ്റും ആണ്, നല്ല പാക്കേജും എല്ലാം കൊടുക്കുകയും ചെയ്തു. പക്ഷേ അത് കബളിക്കപ്പെട്ടു. ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് അതിൽ അഡ്മിഷൻ എടുത്തു, വന്ന് പോയി, അവിടെ എത്തി എയർപോർട്ടിൽ, വേറെ സ്ഥലത്തെത്തി, അവിടുത്തെ എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്കാണ് അറിയുന്നത് ചതി പറ്റിയെന്നുള്ളത്. അപ്പം ആ ഒരു ഇൻഫ്ലുവൻസറിന്റെ പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല അത് എടുക്കില്ല കിരൺ ബ്രോ, അത് എടുക്കുകയാണെങ്കിൽ എനിക്ക് ആ ബ്രാൻഡിനെ കുറിച്ച് അറിയണം, ബ്രാൻഡിന്റെ എഗ്രിമെന്റ്സ് ആയാലും കാര്യങ്ങളെല്ലാം പഠിച്ച് ഞാൻ ഇപ്പൊ തൽക്കാലം എന്തായാലും ആ ഒരു സ്റ്റഡി അബ്രോഡ് എടുക്കുന്നില്ല. അപ്പം പുള്ളി അവിടെ പൈസ അല്ല നോക്കുന്നത്, പുള്ളി അവിടെ പൈസ, കാരണം സ്റ്റഡി അബ്രോഡ് വേണമെങ്കിൽ പുള്ളിക്ക് പൈസ കൊടുക്കാൻ റെഡിയാണ്. നല്ല വലിയ ഇങ്ങനെ സ്റ്റഡി അബ്രോഡ് ഇങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ ഒരു ഇൻഫ്ലുവൻസർ 1 lakh 2 lakh കൊടുക്കുന്ന അവർക്ക് വലിയ പ്രശ്നമല്ല. കാരണം ഒരു കസ്റ്റമർ വന്നാൽ തന്നെ അത് തീർന്നു, ഒരു കസ്റ്റമർ വന്നാൽ അത് തീർന്നു. അപ്പം ഇൻഫ്ലുവൻസേഴ്സ് അവിടെ തീരുമാനം എടുക്കുകയാണ്, പറയാനില്ല അങ്ങനത്തെ വർക്ക് ഞാൻ എടുക്കില്ല. എത്രയോ ഇൻഫ്ലുവൻസർ ഞാൻ ഈ റമ്മി ഗെയിംസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ എടുക്കില്ല, അങ്ങനെയുള്ള സ്ഥലം ഞാൻ ചെയ്ത് കൊടുക്കില്ല, ഒരുപാട്. അപ്പം അവർ ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ കയറി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് അറിയാതെ പറ്റുന്ന കുറെ മിസ്റ്റേക്കുകളും ഉണ്ട്. റീച്ച് കിട്ടണം, എങ്ങനെയും റീച്ച് കിട്ടണം, ഏതെങ്കിലും ബ്രാൻഡ് എന്തെങ്കിലും ചെയ്ത് കയറി പോകണമെന്നൊരു ഉണ്ട്. നമുക്കാണെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്കിപ്പം അത്യാവശ്യം നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാം കാണിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഏത് വർക്ക് വേണം കിട്ടും. ഒരു ബ്രാൻഡിൽ പോയി സംസാരിച്ച് നമുക്ക് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ചെയ്യാൻ പറ്റും. ചിലർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടി വരും. അപ്പം ഞാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യേണ്ടി വരും. ചിലർ വിളിച്ച് സംസാരിക്കും, ഓക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാന്ന് പറയും. ചിലടത്ത് നമ്മൾ പോകേണ്ടി വരും. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ അങ്ങനെ പോയി മേടിച്ചതാണ്. രാജകുമാരിയുടെ വർക്ക് ഞാൻ അങ്ങനെ പോയി മേടിച്ചതാണ്. ഞാൻ അവിടുത്തെ ഒരു വലിയ മെയിൻ ആളായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കോണ്ടന്റ് എന്തെങ്കിലും ഉണ്ട്, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് സംസാരിച്ച് ഡിസ്കഷൻ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു, ചെയ്തോളാൻ പറഞ്ഞു. ഓക്കെ, അത് ആ ക്വാളിറ്റി തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു തട്ടിക്കൂട്ട് പരിപാടി ഒന്നുമല്ല, അത് ആ അത്രയും ടൈം കൊടുത്ത് ആ ഒരു ക്വാളിറ്റി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പല ബ്രാൻഡ്സിനും. അത് കഴിഞ്ഞ് ചില ബ്രാൻഡ്സ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു,
അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഇൻഫ്ലുവൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കണക്ക് ഇതിനെ കുറിച്ചോ ഒന്നും അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ഇത്രയും അറിഞ്ഞ് ഇത്രയും പറഞ്ഞു തന്നതിന് തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഇനി ഒരുപാടുണ്ട് ഇതില്, ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും നമ്മൾ ഇത്രയും വലിയ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കേൾക്കണം നിർബന്ധമില്ല. പക്ഷെ ഓൺടർപ്രണേഴ്സ് ഒരുപാട് എല്ലാവരും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകും. അറിയാത്തവർക്ക് പഠിക്കാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും ഉണ്ട്. മാക്സിമം ഒബ്സർവ് ചെയ്യുക എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പോകണമെന്ന്. അതനുസരിച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ആയാലും പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അല്ലേ, നമ്മളിപ്പോൾ രാവിലെ എഴുതിച്ച് ജോലിക്ക് പോകുന്നു, പരസ്യങ്ങൾ കാണുന്നു, ആരും മൈൻഡ് ചെയ്യണം ഇതിനെക്കുറിച്ച്? ആരും മൈൻഡ് ചെയ്യണില്ലേ? ഇപ്പോഴല്ലേ ഇതിൻ്റെ പക്ഷേ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മൾ അറിയാതെ തന്നെ. ഇവൻ പേസ്റ്റ് ആയാലും സോപ്പ് ആയാലും കഴിക്കുന്ന ഫുഡ് ആയാലും ഫോൺ ആയാലും എല്ലാം നമ്മൾ ചിലപ്പോൾ കണ്ടുപോകും. പക്ഷെ ഇത് ബ്രെയിനിൽ കിടക്കും, ഇത് അവിടെ തന്നെ കിടക്കും. നമ്മൾ പിന്നീട് സ്ഥലത്ത് പോകുമ്പോൾ ഈ സാധനമല്ലേ അത് കണ്ട, ഇതിന് ഇങ്ങനെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു, ഇതിന് ഇത്രയും ബാക്കപ്പ് കിട്ടുമെന്ന് പറഞ്ഞു, അങ്ങനെ നമ്മൾ ഓർത്ത് തന്നെ ചിലപ്പോൾ അത് എടുക്കാൻ ചാൻസ് ഉണ്ട്. ആ ആളുടെ മുഖം ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ആള് പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ നമുക്കത് കണ്ടിട്ട് ചിലപ്പോൾ ഈ ഫോണിനെക്കെട്ടി ആ ഫോൺ എടുക്കാൻ തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് തന്നെ ഒരു റെയിലിങ്ങിനെ പറ്റി സംസാരിച്ചു. സ്റ്റുഡിയോ സിസ്റ്റം. ഓക്കെ, ക്യാമറ പോഡ്കാസ്റ്റിന് വെക്കുന്ന പോലെ. അതായത് നമുക്ക് ഈസിലി സെറ്റപ്പ് ചെയ്യാം. പെർമനന്റ് സ്റ്റുഡിയോ സെറ്റപ്പ്, റെയിൽ സിസ്റ്റം. അത് നമ്മൾ എനിക്ക് പണ്ട് ഏതോ ഇൻഫ്ലുവൻസർ ചെയ്തായിരുന്നു, ആരെന്ന് ഓർമ്മയില്ല. പക്ഷെ അത് ഓർത്ത് നമ്മൾ ആ വീഡിയോ, കാരണം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനേക്കാൾ എളുപ്പം കാണിച്ചു കൊടുക്കാനായിരുന്നു. അപ്പൊ അങ്ങനെ റെയിൽ സിസ്റ്റം, എനിക്ക് റെയിൽ സിസ്റ്റം അല്ലാതെ അറിയാം, അല്ലാതെ പഠിച്ച്. പക്ഷെ പെട്ടെന്ന് ഇവർക്ക് മറ്റൊരാൾ കാണിച്ചു കൊടുക്കാൻ ഇൻഫ്ലുവൻസ്, ഓക്കെ, അത് ഓർമ്മ വന്ന പെട്ടെന്ന് എന്നോ കണ്ട സാധനം നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ രജിസ്റ്റേർഡ് ഇട്ടേക്കും. അതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ നമുക്ക് ഇനി പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് പറയാനുണ്ട് ബിസിനസിനെ പറ്റി. നമുക്കിപ്പോൾ തൽക്കാലം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ കറക്റ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും ഇതിനെ പറ്റിയുള്ള എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ചോദിക്കാം. നമ്മൾ അതിന് റിപ്ലൈ പ്രോപ്പറായിട്ട് തരും. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന റിസർച്ച് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഇത് പറയുന്നതിന് മുന്നേ നമ്മൾക്കൊരു ബേസിക് ഒരു ഐഡിയ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഇതിനെക്കുറിച്ച് ജനറൽ നോളജ് ഉണ്ട്. ആ നോളജ് വെച്ചാണ് പറഞ്ഞേക്കുന്നത്. കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇത് വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും. ബട്ട് അത് അങ്ങനെ പോകുമ്പോൾ കുറച്ച് ലാഗും കുറച്ച് ബോറും. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം ഇൻഫ്ലുവൻസർ ആണെങ്കിലും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണെങ്കിലും അതല്ല, നിങ്ങൾക്ക് ഒരു പോഡ്കാസ്റ്റ് റൂം ആണെങ്കിലും ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണെങ്കിൽ പോലും എല്ലാം ആറ്റിങ്ങൽ നെസ്റ്റ മീഡിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരാം. എന്ത് ഹെൽപ്പ് നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഇവിടെ അടുത്ത് അല്ലെങ്കിൽ പോലും നമുക്ക് നമുക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഇറ്റ് വാസ് എ ഗുഡ് സെഷൻ, റൈറ്റ്? താങ്ക് യു, ബൈ ബൈ. ഹായ് എന്ന് പറഞ്ഞ് എങ്ങനെ തുടങ്ങാം? വെൽക്കം എന്ന് പറഞ്ഞ് തുടങ്ങാം. അപ്പോൾ ഹായ്. അപ്പോൾ നമ്മൾ നെസ്റ്റ ടോക്സ് ഒന്നും കൂടെ ഞാൻ ഒരു കാര്യം ചെയ്യും, ഹായ് പറഞ്ഞ നെക്സ്റ്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഹായ് പറയാം. അണ്ണൻ ബാക്കി പറഞ്ഞു ഹായ്. ഒന്നുകൂടെ ഞാൻ ഹായ് പറയാം. ഹായ്. അപ്പോൾ നെസ്റ്റ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ പുതിയൊരു വ്യക്തികൾ ഉണ്ട് ഇവിടെ. ബാക്കി 3 പേരെ കണ്ടല്ലേ? അപ്പൊ അത് സിറിൽ സുകുമാരൻ ആണ്, ഒരു കമ്പനിയുടെ മാനേജറാണ്, സെയിൽസ് മാനേജറാണ് അല്ലേ? സർവീസ് മാനേജർ, സോറി, കട്ട് ചെയ്തോ. സിറിൽ സുകുമാരൻ ചേട്ടൻ ഒരു സെയിൽസ് സർവീസ് കുഴപ്പമില്ല, അന്ന് തന്നെ പറഞ്ഞാലേ ഞാൻ പറഞ്ഞത് ശരിയാവില്ല. ഹായ്. അപ്പോ നെക്സ്റ്റ് ടോക്സിന്റെ പുതിയൊരു നെസ്റ്റ നെസ്റ്റ സൗണ്ടൊക്കെ പോയി.